പ്രസാദെന്ന മധ്യവയസ്കൻ വർക്കലയിൽ കാലത്ത് നടക്കാൻ പോയ വഴിയിൽ വച്ച് കൊല്ലപ്പെട്ടുവത്രേ. തലേന്ന് രാത്രി DHRM ക്യാമ്പ് നടന്നുവത്രേ. അങ്ങനെ ഇരിക്കുന്നതായ സമയത്തെങ്കിൽ എന്താണോ രാസ്കിത ഇരിക്കാൻ വയറുണ്ടോ? കുഴപ്പമില്ലടോ. ഹരിദ്ര എന്നൊരു സാധനം ഉണ്ട്, അതങ്ങോട്ട് സേവിച്ചാ മതി. അത്ര എവിടെയാണോ പറഞ്ഞു വന്നത്? അത് തന്നെ ആ ഒരു മധ്യവയസ്കനായിട്ടുള്ള ജയപ്രസാദെന്നോ മറ്റോ ആണ് വിദ്വാന്റെ പേര്. വർക്കലയിൽ കൊല്ലപ്പെട്ടു അത്രേ. ഒരു ദിവസം രാവിലെ പാപം നടക്കാനിറങ്ങിയ സമയത്തെങ്കിൽ നടക്കാനൊക്കെ പോകുന്നത് കൊള്ളാം, സൂക്ഷിക്കുക, കലികാല. അപ്പോ ജയപ്രസാദ് കൊല്ലപ്പെട്ടു. ചത്തത കീരകനാണെങ്കിൽ കൊന്നത് സംശയ ഭീമൻ തന്നെ. ഇത് ചാക്യാര് പറയുന്നതല്ലോ, പോലീസുകാരും പത്രക്കാരും ടിവിക്കാരും പറയുന്നതാ. എവിടെയെങ്കിലും ബോംബ് പൊട്ടിയാൽ സംശയം വേണ്ട, മറ്റവരാ. ആരാ അവരെ? ഷെടോ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഇവിടെ ഒരാളിൽ നിന്ന് ഇങ്ങനെ തൊള്ള തുറന്ന് കോട്ടി കാട്ടിട്ട് എങ്ങടാ നോക്കണേ? ഈ DHRMകാരുണ്ടല്ലോ, അവറ്റയ്ക്ക് ഭ്രാന്താത്രേ, നട്ടപ്രാന്ത. ഏതായാലും ബഹുരസം തന്നെ. കഞ്ചാവ് വലിക്കരുതെന്നും ഭാര്യയെ തല്ലതെന്നും മറ്റു വിവറ്റകളെ പഠിപ്പിക്കാൻ നടക്കുക ഈ DHRMകാര്. എന്താ കഥ? ഈ ഒറ്റകളൊക്കെ ഇങ്ങനെ മാന്യന്മാരായി നടക്കാൻ തുടങ്ങിയാല് പിന്നെ നമ്മുടെ സ്ഥിതി എന്താ? ശിവ. അങ്ങ് മഹാരാഷ്ട്രത്തില് അച്ഛൻ താക്കറേയും മകൻ താക്കറേയും മരുമകൻ താക്കറേയും ഒക്കെ കൂടിയ സേനാക്കാരുണ്ടല്ലോ. അക്കൂട്ടര് ഇവിടെ ഉണ്ടത്രേ. അവിടെ അവര് തമ്മിൽ തല്ലും കുട്ടീശ്വരവുമായിട്ട് ഒരു വഹയായി. ഇവിടെ ഈ സേന എന്ന് പറഞ്ഞ ശുദ്ധ കൊട്ടേഷൻകാരത്രേ. അങ്ങനെയുള്ളതായ കുറച്ച് തോന്നിയാസികള് അങ്ങനെ അരങ്ങു വാഴുന്നതായ സമയത്തിങ്കൽ വർക്കലയിൽ ഒരു കോളനിയില് DHRM ക്യാമ്പ്. പിറ്റേന്ന് രാവിലെ ഒരു കൊല. പിന്നെ അങ്ങോട്ട് പൊടിപൂരായില്ലേ. പോലീസുകാരും നമ്മൾ ഈ പറഞ്ഞ സേനാക്കാരും പത്രക്കാരും ചുവപ്പും കാവിയും കതറും ഉടുത്ത പാർട്ടിക്കാരും എല്ലാം അങ്ങനെ ചേർന്ന് ഇവരുടെ തലയെ വെച്ചു കൊടുത്തു കൊലക്കുറ്റം. ചാഞ്ഞ മരമല്ലേ, ആർക്കും ഓടിക്കേറാലോ. പോലീസുകാർക്ക് എളുപ്പമായത്രേ. വെടിപ്പായി എല്ലാത്തിനെയും പൊക്കി. ഇപ്പൊ ഓച്ചിറയില് 10 തികഞ്ഞൊരു ഗർഭിണിയെ ലാത്തി വച്ചടിച്ചത്രേ. ഗർഭവസ്ഥ കേട്ടത്. മുസ്ലിം തീവ്രവാദം, ലവ് ജിഹാദ്, ഇപ്പോൾ തീവ്രവാദം. ഒന്നോർത്താൽ അവറ്റയുടെ കാര്യം കഷ്ടായി. നൈനാം കോണെന്ന് പറഞ്ഞൊരു ദിക്കില് പണ്ടൊരു കെഴുതൻ ചത്തു. കുഴിച്ചിടാൻ സ്ഥലമില്ല. എന്താ ചെയ്യ? അടുക്കളയിലെ കുഴി കുത്തി മൂടി. പിറ്റേന്ന് ശവക്കുഴിയുടെ മേലിൽ ഞാൻ കഞ്ഞി വെച്ചതാ. തീരണില്ല കഥവിടെ. ഇപ്പോഴാ ഇതാ പറൂരില് ശവം ദഹിപ്പിക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ട് പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിലാ ദഹിപ്പിച്ചത്. ഇവിടെ അവിടെ ഇരിക്കുക. തോന്നുമ്പോ ഇറങ്ങി പോവാൻ ഇതെന്താ നിയമസഭയോ?
ഇനിയിപ്പോ ഒരു തുള്ളലാവാം. ഓട്ടം തുള്ളല്. ഈ ചാക്കാര് പിഴാവ് കൂട്ടുകാരനെ കളിയാക്കിയൊരു പഴയ കഥയില്ലേ, അത് തന്നെ കുഞ്ചന്റെ കഥ.